നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ടി20 ലോകകപ്പിന്റെ ആവേശം ഗ്രൂപ്പ് ഘട്ടം കടന്ന് സൂപ്പർ 8ലേക്ക് എത്തിയിരിക്കുകയാണ്. കായിക പ്രേമികളെ ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ ഓസ്ട്രേലിയ ഒഴികെ മറ്റെല്ലാ വമ്പന്മാരും സൂപ്പർ 8 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ പോരാട്ടങ്ങളും വാശിയേറിയതും ചൂടേറിയതുമായിരിക്കുമെന്ന് നിസ്സംശയം നമുക്ക് പറയാം. എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് ഇന്ത്യ എന്ന ടീമിലേക്കാണ്. ഇത്തവണത്തെ ആതിഥേയരായ ഇന്ത്യ ടി20 ലോകകപ്പ് നേടും എന്ന വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇതിന്റെ കണക്കുകളും സമീപകാലത്തെ ഇന്ത്യയുടെ പ്രകടനങ്ങളുമെല്ലാം ഇതിനെ സാധൂകരിക്കുന്നതുമാണ്. ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഗ്രൂപ്പ് എയിലാണ് ഉൾപ്പെട്ടിരുന്നത്. അമേരിക്കയെയും നമീബിയയെയും പാകിസ്ഥാനെയും നെതർലൻഡ്സിനെയും തകർത്ത് ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായിട്ടാണ് ഇന്ത്യ സൂപ്പർ 8ലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഇന്ത്യ ഇത്തവണ കിരീടത്തിലേക്ക് എത്താൻ സാധ്യതകളുണ്ടോ? ഇക്കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്ന് പറയുന്നത് ബാറ്റിംഗ് നിര തന്നെയാണ്. അതായത് മറ്റ് ടീമുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വലിയ ഡീപ്പ് ആയിട്ടുള്ള ബാറ്റിംഗ് ഉണ്ട്. 8ാം നമ്പർ വരെ മികച്ച ബാറ്റ്സ്മാൻമാരെ അണിനിരത്താൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് തന്നെയായിരുന്നു ഇന്ത്യയുടെ കരുത്ത്. പിന്നെ പ്രധാനപ്പെട്ടത് തുടക്കം. മികച്ച തുടക്കം നൽകുന്ന ഓപ്പണർമാർ ഇന്ത്യക്കുണ്ട്. അതായത് ഇന്ത്യയുടെ ടോപ്പ് 3 കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റ് ടീമുകളെക്കാൾ എന്തുകൊണ്ടും എക്സ്പ്ലോസീവായിട്ട് തുടങ്ങാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ടി20 ലോകകപ്പിന് മുന്നേ വരെയുള്ള പ്രകടനങ്ങൾ നോക്കുമ്പോൾ അത് വ്യക്തമാകും. പ്രധാനമായിട്ടും അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, പിന്നീട് വന്ന ഇഷാൻ കിഷൻ, ഇവർ ആരാണെങ്കിലും മികച്ച തുടക്കം, അത് പവർ പ്ലേക്കുള്ളിൽ ഒരു 10 റൺ റേറ്റിന് മുകളിൽ ഇന്ത്യക്ക് ടീം സ്കോർ സമ്മാനിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടം പിന്നിടുമ്പോൾ ഏറ്റവും വലിയ തലവേദന ഈ ടോപ്പ് 3 ആണെന്ന് പറയാം. ഇപ്പം ആദ്യം സഞ്ജു സാംസൺ ആയിരുന്നു ഇന്ത്യയുടെ ഓപ്പണർ റോളിലേക്ക് വരേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ സഞ്ജു മോശം ഫോമിലേക്ക് പോവുകയും പകരം ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ കൂട്ടുകെട്ട് ഓപ്പണിങ്ങിലേക്ക് എത്തുകയും ചെയ്തു. ഇവരിൽ വലിയ പ്രതീക്ഷ ആരാധകർക്കും ടീം മാനേജ്മെന്റിനും ഉണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമായിട്ടാണ്. നമുക്കറിയാം, ടി20 ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് റൺവേട്ടക്കാരിൽ ഒന്നാമനാകും എന്ന് എല്ലാവരും, അത് എതിരാളികൾ പോലും പ്രവചിച്ചൊരു താരമാണ് അഭിഷേക് ശർമ്മ. ദൗർഭാഗ്യവശാൽ അദ്ദേഹം 3 മത്സരങ്ങളും തുടർച്ചയായി ഡെക്കിന് പുറത്താവുകയാണ്. എന്താണ് അഭിഷേകിന് സംഭവിച്ചതെന്ന് ക്രിക്കറ്റ് ലോകം ഗൗരവകരമായിട്ട് ചർച്ച ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോം വളരെ മോശമായി തന്നെ തുടരുകയാണെന്ന് പറയാതിരിക്കാനാവില്ല. ഈ വസ്തുത ഇന്ത്യയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കാരണം അഭിഷേക് ശർമ്മ ഡൗൺ ആകുമ്പോൾ ഇഷാൻ കിഷൻ ചില മത്സരങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അഭിഷേകിൻ്റെ ഒരു വിടവ് നികത്താൻ അത്ര എളുപ്പത്തിൽ ആർക്കും സാധിക്കില്ല. അത് പവർ പ്ലേ സ്കോറിനെ നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യയുടെ എതിരാളികളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വലിപ്പമുള്ള ടീമുകളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അമേരിക്കയും നമീബിയയും നെതർലൻഡ്സും ഒന്നും ക്രിക്കറ്റിൽ അത്ര വലിയ പരിചയസമ്പത്തുള്ളവരോ അനുഭവ സമ്പത്തുള്ളവരോ അല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏറെക്കുറെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. പാകിസ്ഥാനായിരുന്നു പ്രധാനമായിട്ടും ഇന്ത്യക്ക് ഒരു വെല്ലുവിളി ഉയർത്തുമെന്ന് കരുതിയത്. പക്ഷേ ഇന്ത്യ സമ്മർദ്ദത്തെ നന്നായി അതിജീവിക്കുകയും അനായാസമായിട്ട് പാകിസ്ഥാനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇനിയാണ് ഇന്ത്യക്കുള്ള യഥാർത്ഥ പരീക്ഷണം വരാൻ കിടക്കുന്നത്. സൂപ്പർ 8ലേക്ക് വരുമ്പോൾ സൗത്ത് ആഫ്രിക്ക എന്ന വലിയ വെല്ലുവിളി ആദ്യം ഇന്ത്യക്ക് മറികടക്കണം. കാരണം കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സ് അപ്പാണ് സൗത്ത് ആഫ്രിക്ക. ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചാണ് കപ്പിലേക്ക് എത്തിയത്. ഇതിനൊരു പകരം വീട്ടാൻ ഉറച്ചാവും അവർ ഇപ്രാവശ്യം എത്തുക. പിന്നെ രണ്ടാമത്തെ ടീം സിംബാബ്വേയാണ്. സിംബാബ്വെ കുഞ്ഞന്മാരെന്ന് പറയുമ്പോഴും ഇത്തവണ ഓസ്ട്രേലിയനെ അട്ടിമറിച്ച് പുറത്തേക്ക് കളഞ്ഞ ടീമാണ് അവർ. ഇതൊരു ഭാഗ്യത്തിൻ്റെ ജയമെന്ന് പലരും വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ടാം മത്സരത്തിൽ അവർ ശ്രീലങ്കയെ അട്ടിമറിച്ചു. അതായത് ശ്രീലങ്കയെ അവരുടെ തട്ടകത്തിൽ കൊളംബോയിൽ ശ്രീലങ്കയെ വീഴ്ത്തി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇത് ഒരിക്കലും ഒരു ഭാഗ്യത്തിൻ്റെ കളിയല്ല, കൃത്യമായ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ജയമാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ഈ സിംബാബ്വേയെ ഭയക്കാതെ ഇരിക്കാനാവില്ല. അടുത്തത് വെസ്റ്റ് ഇൻഡീസാണ്. 2 തവണ ടി20 ലോകകപ്പിൽ കിരീടം ചൂടിയ ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. അവരുടെ പ്രതാപകാലത്തിൽ നിന്ന് ഏറെ പിന്നോട്ട് പോയെങ്കിൽ തന്നെ ഇത്തവണ അവർ വീണ്ടും തങ്ങൾ കിരീടത്തിലേക്ക് എത്താൻ പ്രാപ്തരാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇതുവരെ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സൂപ്പർ 8 ഒട്ടും എളുപ്പമായില്ല. ഇന്ത്യയുടെ ഈ പ്രധാനപ്പെട്ട ആശങ്കകൾ ഈ ബാറ്റിംഗ് നിരയിലെ പ്രകടനങ്ങളായിട്ട് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ടോപ്പ് 3 ക്ലിക്കാവാതെ ഇന്ത്യക്ക് വലിയ മുന്നേറ്റം നടത്തുക പ്രയാസമായിരിക്കുന്നത് വസ്തുതയാണ്. അതായത് തിലക് വർമ്മ എന്ന 3ാം നമ്പറുകാരിൽ ഇന്ത്യ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. സമീപകാലത്തായിട്ട് നമുക്കറിയാം, ഏഷ്യ കപ്പിലടക്കം പാകിസ്ഥാനെതിരെ തിലകിൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യ വിജയത്തിലേക്ക് നയിച്ചത്. ഇത്തരം ഇന്നിങ്സുകൾ കളിക്കാൻ കഴിവുള്ള താരമാണ് തിലക്. പക്ഷേ ടി20 ലോകകപ്പിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു പരിക്കേൽക്കുകയും പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഈ പറയുന്ന പ്രകടനം, അത്ര മികച്ച സ്ട്രൈക്ക് റേറ്റിലുള്ള പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക്
ഇത്തവണത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുമ്പോൾ തുടർച്ചയായിട്ട് 25 റൺസ് 3 മത്സരത്തിൽ എടുക്കുന്നു. ഡച്ചിനെതിരെയും വലിയ കാര്യമായിട്ടുള്ള 31 റൺസ് വലിയ കാര്യമായിട്ടുള്ള പ്രകടനമൊന്നുമല്ല അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ തിലകിന് സാധിക്കാത്തത് പിന്നാലെ എത്തുന്നവരെ സമ്മർദ്ദത്തിലാക്കുന്നു. സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാണ്. അദ്ദേഹം ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് കളിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കടന്നാക്രമണത്തിന് മുതിരാതെ അദ്ദേഹം കൃത്യമായിട്ട് ടീമിനെ ക്രീസിൽ പിടിച്ചു നിന്ന് ടീം സ്കോർ ഉയർത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. ഈ സമയത്ത് കൂടെയുള്ള കളിക്കാർക്ക് ഈ റൺസ് ഉയർത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് ഒരു പരിധിവരെ തിലകിന് സാധിക്കാതെ പോകുന്നത് ഇന്ത്യയെ കാര്യമായിട്ട് ബാധിക്കുന്നു. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, റിങ്കു സിംഗ് ഇവർക്ക് ഈ 3 പേർക്ക് മധ്യനിരയിൽ നിർണായക റോളുണ്ട്. കാരണം ഇവർ കടന്നാക്രമിച്ച് അതിവേഗം റൺസ് ഉയർത്താൻ കഴിവുള്ള താരങ്ങളാണ്. പക്ഷേ ഇവർക്ക് ഒരു സ്ഥിരത എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണെന്ന് നമുക്ക് ഈ ഗ്രൂപ്പ് ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സൂപ്പർ 8ലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ ഈ ബാറ്റിംഗ് ആശങ്കകൾ മറികടക്കാൻ തീർച്ചയായിട്ടും സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പണി കാത്തിരിക്കുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്ത്യയുടെ ടോപ്പ് 3യിൽ ഇടംകയ്യന്മാർ ആണ് ഉള്ളത്. അതായത് ഇപ്പം നിലവിലെ ഓപ്പണിംഗ് ഇഷാൻ, അഭിഷേക് ശർമ്മ, 3 നമ്പർ തിലക്. ഇത് എതിരാളികൾ നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. സ്പിന്നർമാർ തുടക്കത്തിൽ എത്തുന്നു. കാരണം ഓഫ് സ്പിന്നർമാർക്കെതിരെ ഇടംകയ്യന്മാർ പതറുന്നു എന്നത് ഒരു ക്രിക്കറ്റിലെ ഒരു തന്ത്രപരമായ നീക്കമാണ്. ആ ബുദ്ധിയെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ എതിരാളികൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായിട്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ വീഴുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സഞ്ജു സാംസൺ ഓപ്പണിങ്ങിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ സാധ്യതകളൊക്കെ കണ്ടറിയേണ്ടതാണ്. അത് ടീം മാനേജ്മെൻറ്റ് തീരുമാനമാണ്. പക്ഷേ എങ്ങനെയായാലും ഈ ടോപ്പ് 3 ഇടംകയ്യന്മാരാകുന്നത് ഇന്ത്യയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടെന്നാണ് നിലവിലെ കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സ്പിന്നിനെതിരെ ടീം ഇന്ത്യയുടെ പ്രകടനം ആകെ നോക്കുമ്പോൾ ഒരു നിരാശയാണ്. കാരണം ഒരു 15-16 ശരാശരിയൊക്കെയാണ് ഇന്ത്യ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്പിന്നിനെതിരെ കളിക്കുന്നത്. വലിയ ഷോട്ടുകൾ കളിക്കുമ്പോൾ പലപ്പോഴും വിക്കറ്റായി മാറുന്നു. ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രശ്നം ഇന്ത്യ ആശങ്കപ്പെടുത്തുന്നത് ഫീൽഡിങ്ങിലെ പിഴവാണ്. നമുക്കറിയാം T20 ഫോർമാറ്റിൽ ഒരു ക്യാച്ചോ ഒരു അവസരമോ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആ മാച്ചിൻ്റെ മത്സരഫലത്തെ തന്നെ നമുക്കത് മാറ്റിമറിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ക്യാച്ചും വളരെ നിർണായകമാണെന്ന് നിസ്സംശയമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ മാത്രം 8 ക്യാച്ചുകളാണ് പാഴാക്കിയത്. അതിൽ തിലക് വർമ്മ 3 ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പിഴവുകൾ ഇന്ത്യയുടെ മുന്നോട്ട് പോക്കിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണെന്നാണ് പ്രമുഖരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇന്ത്യ ഫീൽഡിംഗ് നിലവാരം മെച്ചപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ ആവില്ല. മറ്റൊരു കാര്യം, ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ വരുമ്പോൾ ഈ പറയുന്ന വലിയ എതിരാളികൾ സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് ഈ 2 ടീമും ഇന്ത്യയിൽ കളിച്ച് വലിയ അനുഭവ സമ്പത്തുള്ളവരാണ്. അതായത് സൗത്ത് ആഫ്രിക്കയുടെ മിക്ക കളിക്കാരും ഇന്ത്യയിൽ IPL കളിക്കുന്നവരാണ്. വെസ്റ്റ് ഇൻഡീസിൻ്റെ താരങ്ങളെ നമുക്കറിയാം, എക്കാലത്തും പവർ ഹിറ്റർമാർ ഉള്ള ടീമാണ്. അവരുടെയും ഒട്ടുമിക്ക പ്രധാനപ്പെട്ട താരങ്ങളും ഇന്ത്യയിൽ IPL കളിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഹമ്മദാബാദിലെ പിച്ചിലടക്കം ഇവർക്ക് വലിയ അനുഭവ സമ്പത്തുണ്ട്. ഇത് മുതലാക്കി അവർ കളിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു എവേ മാച്ചിൻ്റെ ഫീൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് തട്ടകത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാനാകില്ല. മികച്ചൊരു പോരാട്ടം പുറത്തെടുക്കാതെ ഇന്ത്യക്ക് എന്തായാലും ഈ സൂപ്പർ 8 കടമ്പ കടക്കുക എളുപ്പമായിരിക്കില്ല എന്ന് നമുക്ക് നിസ്സംശയം തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇന്ത്യ നിലവിൽ കിരീട ഫേവറേറ്റുകളായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം. പക്ഷേ ചില മേഖലകൾ കൂടി മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ടീം കരുത്ത് ഇന്ത്യക്കുണ്ട്. ഇന്ത്യ ശക്തമായി തിരിച്ചു വരും. എന്തായാലും ഇന്ത്യ ഇത്തവണ ഗ്രൂപ്പ് ഘട്ടത്തിൽ മോശമാക്കിയിട്ടില്ല. ഇതേ പ്രകടനം സൂപ്പർ 8ലും തുടരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേ കുതിപ്പോടെ ഇന്ത്യ തുടർച്ചയായ 2ാം T20 ലോകകപ്പ് കിരീടം അലമാരിയിലെത്തിച്ച് ചരിത്രത്തിൽ ആർക്കും സാധിക്കാത്ത കാര്യം ഇത്തവണ സൂര്യകുമാർ യാദവ് സംഘവും നേടിയെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.